സന്തോഷം നിറയേണ്ട ബിജു പി ജോർജിൻ്റെയും അതോടൊപ്പം അനുവിൻ്റെയും വീട്ടിൽ ഇപ്പോൾ ദുഃഖത്തിൻ്റെ അന്തരീക്ഷമാണ് തളം കെട്ടി നിൽക്കുന്നത്. കാരണം അത്രയധികം വേദന ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഈ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അവരുടെ വിവാഹം കഴിഞ്ഞ് നിഖിലിൻ്റെയും അതോടൊപ്പം തന്നെ അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ഒരു ക്രിസ്മസാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടയിൽ അവരുടെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച മാത്രമാകുമ്പോൾ ഒരു വലിയ വിയോഗം ഈ സംഭവിക്കുന്നു. അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നതും ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം അനുവിൻ്റെ പിറന്നാളാണ് നാളെ. ആ പിറന്നാൾ ദിവസത്തിൻ്റെ തൊട്ട് തലേന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ മരണം സംഭവിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം, ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നക്ഷത്രമൊക്കെ തൂക്കി ഒരു വലിയ ആഘോഷത്തിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. ഈ കുടുംബ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബിജുവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അനുവിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശൂന്യത യഥാർത്ഥത്തിൽ മുൻപിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെ ചേട്ടാ, എന്താണ് ഇവരുമായിട്ടുള്ളൊരു ബന്ധം? അയൽവാസിയാണ്. അങ്ങനെ ഒരു നമ്മുടെ കൂടെ പഠിച്ചതാണ്. എൻ്റെ ഒക്കെ പ്രായമാണ്. അന്നോട്ട് അറിഞ്ഞത് എങ്ങനെയാണ്? അറിഞ്ഞ രാവിലെ ആണെങ്കിൽ TV കൂടെ കണ്ട് ഉള്ള അറിവാണ്. എങ്ങനെയാണ് ഇവരെ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? അടുത്ത ദിവസമായിരുന്നു കല്യാണം കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു. എൻ്റെ ഇവിടെ അടുത്താണ്. നമുക്ക് വേണ്ടപ്പെട്ട കുഞ്ഞിലെ തൊട്ടേ കാണുന്ന പിള്ളേരാണ്. കാതോലിക്കറ്റ് കോളേജിൽ BCom എടുത്തു, അനു എടുത്തു. കഴിഞ്ഞ MSW. നാളെയാണ് പിറന്നാളല്ലേ അനുവിൻ്റെ? 16/12/1999. ഈ 2 നല്ല കുടുംബമായിരുന്നു. മാതാപിതാക്കളും പിന്നെ 2 പേരായിട്ട് നല്ല വീട്, അടുത്തടുത്ത് വീടുകളുണ്ട്. നല്ല സഹകരണം, നല്ല മനുഷ്യരുമായിരുന്നു. കുഞ്ഞുങ്ങളെ എപ്പോഴും വഴി കാണാം, അതുപോലെ ബിജുവിനെ എപ്പോഴും കാണാം. 2 കുടുംബക്കാരും ഒരു പള്ളിക്കാരാണ്. വീട്ടിൽ നിന്നും ഏതാണ്ട് മിനിറ്റുകൾ മാത്രം അപ്പുറം, കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് എത്തുമ്പോഴാണ് അവരുടെ ജീവൻ നഷ്ടമാകുന്നത്. ഇപ്പോൾ ഏതായാലും വീട്ടിൽ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. ഇനി അടുത്ത ബന്ധുക്കൾ, ബിജുവിൻ്റെ അടുത്ത ബന്ധുക്കൾ, സഹോദരൻ വിദേശത്താണ്, അതോടൊപ്പം തന്നെ നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ്. അവരെത്തിയാൽ മാത്രമേ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.